ഹറമിൽ 20 നിസ്കരിക്കുന്ന ആൾ ഇമാമിന് ചോദിക്കുക തറാവീഹ് എത്ര സുന്നത്ത്? 11. പിന്നെ എന്താ ഇവിടെ 20? അത് വർദ്ധിക്കുന്നതിന് കുഴപ്പമില്ല, അതേ പറയുള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഫൈസൽ മൗലവി തറാവീഹിൻ്റെ റക്അത്തിൻ്റെ എണ്ണം വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഹറമിലെ ഇമാമിനോട് ചോദിക്കുകയാണ് തറാവീഹ് എത്ര റക്അത്താണ്? 11 റക്അത്ത് ഇമാമ് പറയും. പിന്നെ എന്താ ഇവിടെ 20 റക്അത്ത് നിസ്കരിക്കുന്നത്? വർദ്ധിപ്പിക്കുന്നത് കുഴപ്പമില്ല. ഈ ഫൈസൽ മൗലവിയുടെ ഒരു ദുർവ്യാഖ്യാനമാണ് ഈ കാണുന്നത്. ഹറമിലെ ഇമാമിനോട് ചോദിച്ചാൽ 11 പറയും, ഒരു കഥാവിശ്വാസം. ഈ 11 തെളിവുണ്ടാക്കാൻ വേണ്ടി ബുദ്ധിമുട്ടി കള്ളത്തരവും പിന്നെ വേറെന്തൊക്കെ ഒക്കെ ഒപ്പിച്ച് അവിടുന്ന് ഇവിടുന്നൊക്കെ അതും ഇതൊക്കെ ഒപ്പിച്ചുണ്ടാക്കി മൂപ്പര വക കൂട്ടി മൂപ്പർക്ക് തോന്നിയ പോലെ ഉരുട്ടി മറിച്ച് ഇതൊരു 11 എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു രീതി മാത്രം. അതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 11 റക്അത്താണ് അസ്ല തറാവി. പിന്നെ എത്രയാക്കാം? 35, 45, 20 ഉണ്ടാവും ചെയ്യരുത്. അപ്പോൾ സുന്നികൾ ചെയ്തത് ശരിയാണെന്നും അറിയരുത്, സുന്നികൾ ചെയ്യുന്നത് ശരിയാണെന്നും ഒക്കെ ഉണ്ടാവരുത്. അപ്പം അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? എത്രയും ആകാം. അഥവാ നബിയുടെ തറാവീഹ് നിസ്കാരം ഇശാക്ക് ശേഷം ആരംഭിച്ച് സുബ്ഹി വരെ ഉണ്ടാകും ഏകദേശം. ആയിഷ ബീവി പറയാ യുസല്ലി 4, നബി ഞങ്ങൾ ആദ്യം 4 നിസ്കരിക്കും, അഥവാ 2 4 നിസ്കരിക്കും. ലാ തസൽ അൻ നുസ്നിഹിന്ന വതൂലിഹിന്ന, അതിന്റെ ദൈർഘ്യവും അതിന്റെ സൗന്ദര്യവും നീ ചോദിക്കരുത് എന്ന് പറഞ്ഞ് ചോദിച്ചാൽ പറഞ്ഞു തരാൻ കഴിയില്ല. അത്രയും ദീർഘമായി ഖുർആനോദി, അത്രയും സുന്ദരമായി ഖുർആനോദി നബി തങ്ങൾ നിസ്കരിക്കും. അങ്ങനെ 4 റക്അത്ത് കഴിഞ്ഞാൽ നബി ഒന്ന് കിടക്കും. ചിലപ്പോൾ ആ കിടത്തങ്ങനെ കുറച്ച് നീണ്ടുപോകും, കണ്ണൊന്നിങ്ങനെ മയങ്ങും. അപ്പൊ ആയിഷ ബീവി ചെന്ന് വിളിക്കും, അല്ല നബി നിങ്ങൾ ഉറങ്ങുകയാണോ? അത്തനാമു ഖബ്ല അൻ തൂതിറ, നബിയെ ഒറ്റയാക്കിയിട്ടില്ലല്ലോ, അതിന് മുമ്പ് ഉറങ്ങുകയാണോ? രാത്രി നിസ്കാരം ഒറ്റയിലാണ് നബി തങ്ങൾ അവസാനിപ്പിക്കാറുള്ളത്. അപ്പൊ 4 ആയുള്ളൂ, 4 ഇരട്ടാണല്ലോ, ഒറ്റയാക്കാതെ ഉറങ്ങുകയാണോ? അപ്പൊ മറുപടി ഇന്ന ഐനയ്യ തനാമാനി വലാ യനാമു ഖൽബി, ആയിഷ എന്റെ കണ്ണേ ഉറങ്ങുന്നുള്ളൂ, കൽബ് ഉറങ്ങുന്നില്ല. അമ്പിയാക്കളുടെ പ്രത്യേകതയാണ്, കൽബ് ഉണർന്നിരിക്കും, കണ്ണ് മാത്രം ഉറങ്ങും. നബിമാർക്കുള്ള നമുക്കില്ല. നമ്മൾ ഉറങ്ങിയിട്ട് കൽബ് ഉറങ്ങിയിട്ടില്ല എന്ന് പറയാൻ നിൽക്കണ്ട. നമ്മൾ ഉറങ്ങിയാൽ പോയി ഒന്നുണ്ടാക്കി തന്നെ വേണം. അത് കഴിഞ്ഞ് ചിലപ്പോൾ അരമണിക്കൂറൊക്കെ അങ്ങനെ കിടന്ന് നബി എഴുന്നേറ്റ് പിന്നെ നിസ്കരിക്കും, ദീർഘമായി 4 റക്അത്ത് നിസ്കരിക്കും. അത് കഴിഞ്ഞ് വീണ്ടും ഒന്ന് കിടക്കും. അപ്പോഴും ആയിഷ ബീവി, നബി നിങ്ങൾ ഉറങ്ങുകയാണോ? ഒറ്റായിട്ടില്ലല്ലോ. ഇല്ല ആയിഷ, കണ്ണേ ഉറങ്ങിയിട്ടുള്ളൂ, കൽബ് ഉറങ്ങിയിട്ടില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും എണീക്കും, 3 റക്അത്ത് നിസ്കരിക്കും. അങ്ങനെ 11. ഇതാണ് നബിയുടെ നിസ്കാരം. അപ്പൊ ഒരു ഇശാസ്കാരം കഴിഞ്ഞൊരു 9 മണിക്ക് തുടങ്ങിയാൽ ഏതാണ്ട് ഒരു 4 മണി 4:15 മണി വരെ നബിയുടെ നിസ്കാരം ഉണ്ടാവും. 11 റക്അത്ത്. ഇടയ്ക്ക് ചിലപ്പോൾ അരണിക്കൊന്ന് കിടക്കുമെന്ന് വിശ്രമിക്കും, എഴുന്നേറ്റ് വീണ്ടും നിസ്കരിക്കും. പിന്നെ ഫൈസൽ മൗലവി പറയുന്നത് നബിയുടെ തറാവീഹ് നിസ്കാരം ഇശാ നിസ്കാരത്തിൻ്റെ ശേഷം മുതൽക്ക് ഏകദേശം സുബൈ വരെ ഉണ്ടാവുന്നു. മൂപ്പര വകയാണ്. മൗലവിൻ്റെ വകയിൽ മൗലവി വിശദീകരിക്കുന്നതാണത്. ഏകദേശം സുബൈ വരെ ഉണ്ടാവുന്നു. മൂപ്പർക്ക് മൂപ്പരങ്ങനെ വിശദീകരിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് അതിൻ്റെ രീതി മൗലവി വിശദീകരിക്കുന്നത് ആയിഷ ബീവി പറയാണ് 4 റക്അത്ത് നിസ്കരിക്കും, അതിൻ്റെ ദീർഘവും അതിൻ്റെ സൗന്ദര്യവും ഒന്നും ചോദിക്കരുത്. എന്നിട്ട് നബി ഒന്ന് ലേശം ഉറങ്ങും. എന്നിട്ട് ആയിഷ ബീവി ചോദിക്കും, അല്ല നബിയെ വിത്ർ നിസ്കരിച്ചിട്ടില്ലല്ലോ, അപ്പോൾ കണ്ണ് ഉറങ്ങുന്നുള്ളൂ, ഹൃദയം ഉറങ്ങുന്നില്ല. വീണ്ടും 4 റക്അത്ത് നിസ്കരിക്കും, അതിൻ്റെ സൗന്ദര്യവും ദീർഘവും ഒന്നും പറയണ്ട. അങ്ങനെ വീണ്ടും മയങ്ങും. ഇതാണ് നബിൻ്റെ നിസ്കാരം. എന്നിട്ട് പറയാണ് ഏകദേശം ഒരു 9 മണിക്ക് തുടങ്ങിയാൽ ഒരു 4-4:30 വരെ ഉണ്ടാവും. മൂപ്പര് വളരെ കൃത്യമായി ആ സമയമൊക്കെ കണ്ടെത്തി അദ്ദേഹത്തിന് യോജിക്കുന്ന രീതിയിൽ, അയാൾക്ക് പറ്റുന്ന രീതിയിൽ ഭാവത്തിലും വളച്ചൊടിച്ച് അങ്ങ് വിശദീകരിക്കുകയാണ്. സത്യത്തിൽ ഈ ഹദീസിൻ്റെ മുഴുവൻ ഭാഗം ഈ ഫൈസൽ മൗലവി വായിക്കുന്നില്ല. വായിച്ചു കഴിഞ്ഞാൽ മൗലവിക്ക് അറിയാം ഇതൊരു കള്ളത്തരം ഉഡായിപ്പാണെന്ന്. കാരണം 20 റക്അത്ത് നിസ്കാരമല്ല 11 തെളിവ് കിട്ടണ്ടേ.
ആ തെളിവ് കൗമിന് പറഞ്ഞു കൊടുക്കുക. വിവരമില്ലാത്ത കൗമിന് മൗലവി പല രീതിയിലും ഉരുട്ടിമറിച്ച് 11 കിട്ടണം. 10 രീതിയിലേക്ക് മൂപ്പര് വളച്ചൊടിച്ച് കൊണ്ടുപോവുക. കാരണം ആ ഹദീസ് ശരിക്കും വിശദീകരിക്കുകയാണെങ്കിൽ ആയിഷാബിയോട് ചോദിച്ച വിവരങ്ങളൊക്കെ പറയണം. അതൊന്നും പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുടുങ്ങും. ഇത് തറാവീഹിനുള്ള തെളിവല്ല, യഥാർത്ഥമായ വിത്ർ 11 റക്കായത്തുണ്ട്, അതിനുള്ള തെളിവാണെന്ന് മനസ്സിലാകും എന്ന് ഈ ഫൈസൽ മൗലിക്ക് അറിയാം. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ കള്ളത്തരം കൗമിന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. സത്യത്തിൽ ഈ ഹദീസ് ഒന്ന് വിശദീകരിക്കുകയാണെങ്കിൽ, അബ്ദുറഹ്മാൻ ബിൻ അബി സലമ റളിയല്ലാഹു അൻഹു നബിയോട് ആയിഷ ബീവിയോട് ചോദിച്ചു, നബി തങ്ങളുടെ രാത്രിയിലുള്ള നിസ്കാരം എങ്ങനെയായിരുന്നു? അപ്പോൾ ആയിഷ ബീവി പറഞ്ഞു, നബി തങ്ങളുടെ രാത്രിയുള്ള നിസ്കാരം റമദാൻ മാത്രമല്ല, എല്ലാ കാലത്തും മാ കാന യസീദു ഫി റമദാന വലാ ഫി ഗൈരിഹി അല 11 റക്അത്തൻ. റമദാനിലാണെങ്കിലും, റമദാനിൽ മാത്രം ചോദിക്കണ്ട കണ്ടോ, റമദാനിൽ മാത്രം മറുപടി പറഞ്ഞിട്ടില്ല. റമദാനിലാണെങ്കിലും റമദാൻ അല്ലാത്ത കാലങ്ങളിലാണെങ്കിലും 11 റക്അത്തിനേക്കാൾ എണ്ണം നിസ്കരിച്ചിട്ടില്ല എന്നാണ് ആയിഷ ബീവി മറുപടി പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് ബാക്കി പറയാണ്, യുസല്ലി, അതിൻ്റെ രീതി, യുസല്ലി അർബഅൻ ഫലാ തസ്അൽ അൻ ഹുസ്നിഹിന്ന വതൂലിഹിന്ന. 4 റക്അത്ത് നിസ്കരിക്കും, അതിൻ്റെ അഴകും അതിൻ്റെ നീളമൊന്നും ചോദിക്കണ്ട, അത്രക്ക് ഭംഗിയും ഷാറായിട്ട് നിസ്കരിക്കുക എന്നർത്ഥം. വീണ്ടും നബി തങ്ങൾ 4 റക്അത്ത് നിസ്കരിക്കും, ഫലാ തസ്അൽ അൻ ഹുസ്നിഹിന്ന വതൂലിഹിന്ന. അപ്പോൾ ആയിഷ ബീവി 4 റക്അത്ത് നിസ്കരിക്കും, എന്നിട്ട് നബി ഉറങ്ങും. അപ്പോൾ ആയിഷ ബീവി ചോദിച്ചു, അത്തനാമു ഖബലൻ തൂത്തിറ, നബിയെ വിത്രിന് മുമ്പ് ഉറങ്ങുകയാണോ എന്ന് ചോദിക്കുമ്പോൾ നബി തങ്ങൾ പറയാണ്, അല്ല, എൻ്റെ കണ്ണേ ഉറങ്ങുന്നുള്ളൂ, എൻ്റെ ഹൃദയം ഉറങ്ങുന്നില്ല. എന്നിട്ട് തുമ്മ യുസല്ലി സലാസൻ, പിന്നെ 3 റക്അത്ത് നിസ്കരിക്കും. ഈ ഹദീസിനെ 2ഉം 4ഉം 4ഉം 8 റക്അത്ത് തറാവീഹും 3 റക്അത്ത് വിത്റുമായിട്ട് കൊണ്ടുവരാനുള്ള തെളിവാക്കി കൂട്ടി മാറ്റാൻ വേണ്ടി വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ആദ്യ ഭാഗം വായിക്കാതെ ഫൈസൽ മൗലവി വളച്ചൊടിക്കുകയാണ്. സത്യത്തിൽ ആയിഷ ബീവിയോട് റമദാൻ മാത്രം ചോദിച്ചിട്ടില്ല, രാത്രിയുടെ നിസ്കാരം മാത്രമാണ്, രാത്രിയിലുള്ള നബിൻ്റെ നിസ്കാരത്തെക്കുറിച്ചാണ് ചോദിച്ചത്. ആയിഷ ബീവി റമദാൻ മാസത്തിൽ മാത്രമായിട്ട് മറുപടി പറഞ്ഞിട്ടില്ല. റമദാനിലും റമദാൻ അല്ലാത്ത കാലത്തും 11 എണ്ണം വർദ്ധിപ്പിച്ചിട്ടില്ല എന്നാണ്. നമ്മുടെ മദ്ഹബ് പ്രകാരം 11 റക്അത്ത് വിത്റുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ഹദീസ് എന്ന് വളരെ വ്യക്തമാണ്. ഈ ഹദീസിനെ 8 റക്അത്ത് തറാവീഹും 3 റക്അത്ത് വിത്റുമായിട്ട് ഫൈസൽ മൗലവിനെ പോലെയുള്ളവർ അവതരിപ്പിക്കുകയാണ്. ഇത് വിത്ർ നിസ്കാരത്തിൻ്റെ തെളിവാണ് ഈ ഹദീസ്. എന്നിട്ട് അദ്ദേഹം പല മദ്ഹബും പറയുന്നുണ്ട്, 35, 36, 40, 50 ഒക്കെ പറയുന്നുണ്ട്. എന്നാൽ 20ലേക്ക് എത്തൂല. എന്താ കാര്യം? 20 ഉണ്ട് എന്ന് ഇമാം ഷാഫി മദ്ഹബ് പ്രകാരം പറഞ്ഞു കഴിഞ്ഞാൽ അത് സുന്നികൾക്ക് അനുകൂലമായി വരൂലേ. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് 8 അല്ല, 8 അടിസ്ഥാനം 8, പിന്നെ എന്ത് ചെയ്യുക, 20 ആകാം, 30 ആകാം, 40, അങ്ങനെ വാദം ഉണ്ടെങ്കിൽ എത്ര നിസ്കരിക്കാമെന്നാണ്, 50, 55 ഒക്കെ നിസ്കരിക്കാമെന്നാണ്. ആ വാദമില്ലാത്തത് കൊണ്ടാണ് ഇവിടെ എന്ത് ബിദാത്ത് വന്നു എന്നുള്ളൊരു തട്ടിവിടലും ഈ ഫൈസൽ മൗലവി നടത്തുമ്പോൾ ഇയാൾ എത്രമാത്രം വിവരദോഷിയായിട്ടാണ് ഈ ഹദീസ് അവതരിപ്പിക്കുന്നത്. അപ്പം ചുരുക്കത്തിൽ ഈ ഹദീസ് 11 റക്അത്ത് വിത്ർ ഉണ്ട് എന്നതിനുള്ള നമ്മുടെ മദ്ഹബിന് തെളിവാണ് എന്നുള്ളതാണ് ഈ ഹദീസ്.